സാറ് സിനിമാ നടൻ വിജയ് തമിഴ്നാട്ടിലെ ഒരു ഫയർ ബ്രാൻഡായിരുന്നു. അദ്ദേഹം തൻ്റെ ഈ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ സിനിമ പൂർണ്ണമായി ഉപേക്ഷിച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത്. പക്ഷെ അദ്ദേഹത്തെ ഇപ്പോൾ ലക്ഷ്യമിടുന്നതായി ഒരു സംശയമുണ്ട്. കാരണം അനാവശ്യമായി പല വിവാദങ്ങളും അദ്ദേഹത്തിന്റെ പേരിൽ വരുന്നുണ്ട്. ഇതെല്ലാം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് ഉണ്ടാകുന്നത്. കാരണം അറിയാം, ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ഗോവയിലേക്ക് പോകുമ്പോൾ തൃശ കൂടെ ഉണ്ടായിരുന്നു. അതെല്ലാം അനാവശ്യമായ ഒരു വിവാദമായി ഉയർത്തിക്കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ഇമേജ് തകർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നതായി തോന്നുന്നുണ്ടോ? അല്ല, അതാണ് നടക്കുന്നത്. രാഷ്ട്രീയത്തിൽ കാലെടുത്ത് വെക്കും എന്നുള്ള സൂചന കൃത്യയോട് കൂടിയിട്ടാണ് വിജയ്ക്കെതിരെയുള്ള ഈ പറയുന്ന ഒരു യുദ്ധം അവിടെ തുടങ്ങുന്നത്. അത് കുറച്ച് മുമ്പ് ഈ വിജയ് മറ്റേ സിനിമ മെർസൽ സിനിമയിലെ മറ്റോ GSTക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ BJP-കാർ പ്രശ്നമുണ്ടായി. മണ്ടന്മാർക്ക് അത് തമിഴ്നാടിന്റെ സ്വഭാവം അറിയുന്ന ആളുകൾ അത് കയറി പിടിക്കില്ല, അതങ്ങ് ഒഴിവാക്കിയേക്കണം. അത് പിടിച്ചോട് കൂടിയിട്ടാണ് വിജയ് ഈ പറയുന്ന ജോസഫ് വിജയ് എന്ന് എഴുതി തുടങ്ങിയത്. അതിലെ വിജയ് ക്രിസ്ത്യാനി എന്നായിരിക്കും അറിയില്ലായിരുന്നു. അപ്പം അതൊരു മതപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു എന്താണ് അനുരണനമായിരുന്നു. രാഷ്ട്രീയത്തിൽ വരുമെന്ന് എല്ലാവരും പൊളിറ്റിക്കലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമയിലെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് അദ്ദേഹം ഇപ്പം അവിടെ ഒന്നും രണ്ടും കല്യാണം കഴിക്കുന്നതും ലിവിങ് ടുഗെദറും ഇതെല്ലാം അവിടെ വളരെ മദ്രാസിലെ പുതിയ കാര്യമൊന്നുമല്ല. തമിഴ്നാട്ടിൽ അതൊരു അംഗീകാരമാണ്. അപ്പം തൃശയായിട്ട് ഇദ്ദേഹം പല ആളുകളായിട്ട് ബന്ധപ്പെട്ട് പല ആളുകളെ പറ്റി ഗോസിപ്പുകളുണ്ടാവും. ചിലപ്പോൾ ഫ്രണ്ട്സും ആയിരിക്കും. പക്ഷേ ഒരു ഗോസിപ്പിലും പെടാത്തൊരു മാന്യമായ മുഖമുള്ള ഒരു വ്യക്തിയായിരുന്നല്ലോ വിജയ്. അല്ല, വിജയ് ആയാലും ഹൃതിക് റോഷനാണെങ്കിൽ ഇവരൊന്നും പൊതുവെ ഗോസിപ്പെട്ടിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ചില ഗോസിപ്പുകൾ ഏറുണ്ടായിരുന്നു. അപ്പം അത് ശരിയോ തെറ്റോ നമുക്കറിയില്ല. അത് മാത്രമല്ല, മച്ചുവേർഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള രണ്ടുപേരുടെ നമ്മളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. പണ്ടത്തെ പോലുള്ള ചൂഷണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. അത് അവരുടെ പേഴ്സണൽ സാധനങ്ങളാണ്. മാത്രമല്ല തമിഴ്നാട്ടിൽ ഇതൊക്കെ ഒരു അംഗീകാരം കൂടിയാണ്. അപ്പം ഇത് കൃത്യമായിട്ട് ആ ഒരു കീർത്തിയുടെ കല്യാണത്തിന് ഇവർ രണ്ടുപേരും കൂടിയാണ് പോയത്. 2 പേരും 3 പേരെ പോയിട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് ജെറ്റിൽ. അപ്പം അത് അങ്ങനെ മുമ്പും പോയിട്ടുണ്ടാവും ഒരു പക്ഷേ. പല നടികളും ഇവർ ഒരുമിച്ച് 4-5 ആളുകൾ ഒരുമിച്ചല്ലേ പോവുക, സുഹൃത്തുക്കളാണെങ്കിൽ. അപ്പോൾ അത് ഇപ്പം ന്യൂസ് ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം ശരിക്കും തമിഴ്നാട്ടിൽ ആളുകളെ പേടിപ്പിക്കുന്നുണ്ട്. പിന്നെ വിജയ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ വിജയുടെ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ വിജയുടെ പാർട്ടി അധികാരത്തിൽ വന്നാൽ എല്ലാ ഘടകകക്ഷികൾക്കും മന്ത്രിസ്ഥാനം കൊടുക്കും. തമിഴ്നാട്ടിൽ അങ്ങനെ പരിപാടിയില്ല, മന്ത്രിസ്ഥാനം കൊടുക്കില്ല. അപ്പം അതോടുകൂടി തന്നെ CPM CPI ഒക്കെ ആട്ടം തുടങ്ങിയിട്ടുണ്ട്. പട്ടാളി മക്കൾ കച്ചി ഇവർക്കൊക്കെ ആട്ടം തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ജയലളിതയോട് കൂടിയിട്ട് അവിടെ AIDMK ഏതാണ് ചിഹ്നഭിന്നമായിട്ടുണ്ട്. അവിടെ പൊളിറ്റിക്കൽ സ്പേസ് കിടക്കുന്നുണ്ട്. അത് വിജയ് ഫില്ല് ചെയ്യാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഘട്ടം, കുടുംബഭരണത്തിലേക്ക് DMK പോയതോടുകൂടി DMK അതിനെ മൂല്യങ്ങളൊന്ന് പൂർണ്ണമായിട്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും വിജയിനെ പോലെയുള്ള ഒരു സൂപ്പർ സ്റ്റാർ, പൊളിറ്റിക്കലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാൾ, അയാൾ ഒരു പുതിയ നിയോ ദ്രവീഡിയൻ പൊളിറ്റിക്സ്, ഞാനിത് മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നത് ജയലളിത മരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു തമിഴ്നാട്ടിൽ നീ വരാൻ പോകുന്ന പുതിയ രാഷ്ട്രീയ ദ്രവീഡിയാണ്. പല ആളുകൾ നമ്മളെ കളിയാക്കിയത് എന്താണെന്ന് ചർച്ച കണ്ട ആളുകൾക്കറിയാം. കാരണം തമിഴ്നാട്ടിൽ ഇപ്പോൾ വരാൻ പോകുന്നത് ദ്രവീഡിയൻ രാഷ്ട്രീയത്തിനെതിരെയുള്ള ക്രിറ്റിസിസം അവിടെയുണ്ട്. കാരണം ദ്രവീഡിയൻ രാഷ്ട്രീയം കുടുംബഭരണവും അഴിമതിയായി മാറും. അല്ല, പക്ഷേ ഇദ്ദേഹവും ദ്രവീഡിയൻ രാഷ്ട്രീയത്തിന് നിയോ ദ്രവീഡിയൻ പൊളിറ്റിക്സ് ദ്രവീഡിയൻ പൊളിറ്റിക്സ് പൊതുവെ ആന്റി നാഷണലാണ്, ഇന്ത്യക്കെതിരെ കൂടിയാണ്. പക്ഷെ നിയോ നാഷണലിൽ നിന്ന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ഈ അമരൻ സിനിമയിലുള്ള മറ്റേ ശിവകാർത്തികന്റെ ക്യാരക്ടറിനെ പോലെയുള്ള തമിഴനുമാണ് അതിൽ അഭിമാനമുണ്ട്, ഇന്ത്യക്കാരെന്ന് തോന്നുന്നതിൽ അഭിമാനമുള്ള ആ രീതിയിലുള്ള ഒരു കോമ്പിനേഷനാണ്. ആ കോമ്പിനേഷനാണ് വിജയ് മുന്നോട്ട് വെക്കുന്നത്. ആ കോമ്പിനേഷൻ വിജയ് മുന്നോട്ട് വെക്കും. സൗത്ത് ഇന്ത്യയിലുള്ള ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ഈ പറഞ്ഞ OBC തൊട്ട് ആയിട്ടുള്ള റിഫോമേഴ്സിനെ മൊത്തം നാരായണഗുരു ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹം അതിൽ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്, അപ്രോപ്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മൂവ്മെന്റ് ശക്തി വഹിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പൊളിറ്റിക്കലായിട്ടുള്ള കാരണമുണ്ട്, സാമൂഹ്യമായിട്ടുള്ള കാരണമുണ്ട്, പിന്നെ ഈ പറഞ്ഞ ഭരണപരമായിട്ടുള്ള കാരണമുണ്ട്. അധികാര രാഷ്ട്രീയത്തിന് അദ്ദേഹം ഈ മന്ത്രിസ്ഥാനം കൊടുക്കുന്നു തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഏതൊക്കെ രീതിയിൽ ടാർണിഷ് ചെയ്യാൻ പറ്റുമോ അതിനുള്ള ശ്രമമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പാർട്ടി കൂടുതൽ കരുത്താർജിപ്പിക്കാൻ ശ്രമിച്ചാലും DMK എന്നൊരു പാർട്ടി ഉണ്ടല്ലോ, ഏറ്റവും വലിയ, ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, CPM, കേരളത്തിലെ CPM-നേക്കാൾ വലിയ കേഡർ പ്രസ്ഥാനമാണ് തമിഴ്നാട്ടിൽ DMK എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് എങ്ങനെ വിജയ്ക്ക് എങ്ങനെ എളുപ്പം തകർക്കാൻ കഴിയുമോ? അത് ഈ കാലത്ത് പറ്റും. എല്ലാ കേഡർ പ്രസ്ഥാനവും ഒരു കാലഘട്ടം കഴിയുമ്പോൾ അതിന് കെട്ടുറപ്പ് നഷ്ടപ്പെടും. പ്രത്യേകിച്ച് മക്കൾ ഭരണത്തിലേക്ക് പോകുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. അവിടെയാണ് വിജയ് ഓരോരുത്തരുടെ കഴിവിനും അവരുടെ കമ്മിറ്റ്മെന്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞു. ജയലളിത തന്നെ ആണെങ്കിലും ചില കുടുംബങ്ങളുടെ കയ്യിലാണ്. വിജയ് ഒരു പുതിയ അവന്യൂ തുറന്നിടുകയാണ് മുസ്ലിങ്ങൾക്ക്, ക്രിസ്ത്യാനികൾക്ക്, ഹിന്ദുക്കൾക്ക്. അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കൾ. പക്ഷെ അത് ഒരു നിയോ ദ്രവീഡിയൻ പൊളിറ്റിക്സ് ആയിട്ട് ചേർന്ന് നിൽക്കണമെന്നാണ്. അപ്പം മാത്രമല്ല വിജയുടെ വാക്കുകളിൽ ഒരു ഉറപ്പുണ്ട്. ഇപ്പം തമ്മിലെ രാഷ്ട്രീയക്കാർക്ക് ഇല്ലാത്തൊരു ഉറപ്പുണ്ട്. വിജയ്ക്കെതിരെ വളർത്തിക്കൊണ്ടുവരുന്ന മറ്റേ
ചെറുക്കനുണ്ടല്ലോ, ശാലിന്റെ മോൻ. ഉദയനിധി ഉദയനിധി. അവനാണെങ്കിൽ ആ ഒരു പവറില്ല. കാരണം രാഹുൽ ഗാന്ധിനെ പോലെ ഒരു ഇതാണ്, എന്താണ്, ഒരു പാമ്പർ ചെയ്ത് വളർത്തിയ ഒരു പയ്യനാണ്. അതിന്റെ പ്രശ്നങ്ങൾ അവനുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഭേദപ്പെട്ടൊരു ശക്തിയായിട്ട് വിജയ് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇനി മുന്നോട്ട് ഒരു ഉദയനിധി സ്റ്റാലിൻ, വിജയ്, അണ്ണാമലൈ പോരാട്ടം. അപ്പൊ ഈ 3 പേരെ എങ്ങനെയായിരിക്കും ജനങ്ങൾ സ്വീകരിക്കുന്നത്? അതിൽ അണ്ണാമലൈ മൂന്നാമത് പോകും. കാരണം അണ്ണാമലൈന്റെ പ്രശ്നം, അണ്ണാമലൈ മൂന്നാമത് പോകുന്ന അണ്ണാമലൈക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം BJPയുടെ പ്ലാൻ വെച്ചാൽ അവിടെയുള്ള ദ്രവീഡിയൻ പൊളിറ്റിക്സ് തകർക്കുക എന്നുള്ളതാണ്. കാരണം അദ്ദേഹം വീണ്ടും ഒന്നുകിൽ DMK തരണം, അല്ലെ ADMK തരണം. ഈ വിജയിന്റെ ഒക്കെ ഒരു പ്രശ്നം അദ്ദേഹം ഉണ്ടാക്കി വരുന്ന പ്രസ്ഥാനം, അദ്ദേഹം അണ്ണാദുരൈ DMKനെ സംഘടനാപരമായിട്ട് വളർത്തിയതുപോലെ വളർത്തുന്ന അദ്ദേഹത്തിന് പറ്റിയിട്ടില്ലെങ്കിൽ അത് എങ്ങനെയാണ് MGR ADMKനെ വളർത്തി, അതുപോലെ ആണെങ്കിൽ വിജയുടെ കാലം കഴിയുമ്പോഴൊക്കെ അത് തീരും, അപ്പുറത്ത് മറ്റേതും തീരും. അപ്പം BJPക്ക് ഒരു എന്താണ് പറയുക, ഒരു നാച്ചുറൽ ചോയ്സ് ആയിട്ട് വരാന്നുള്ള BJPന്റെ പ്ലാൻ. BJPന്റെ പ്ലാൻ എന്ന് വെച്ചാൽ ബേസിക്കലി BJP RSSന്റെ പ്ലാനാണ്. അത് 5-10 വർഷത്തേക്കുള്ള പ്ലാനൊന്നുമല്ല. ആ ചക്ക വീണാൽ വയലം കിട്ടിയെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് വർക്കൗട്ട് ആവും. അത് 10-15 വർഷമൊക്കെ ഏറ്റവും അവർ മുൻകൂട്ടി കാണും. അത് മികവ് നടക്കുകയും ചെയ്യും. അണ്ണാമലൈ വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കാൻ പോവുകയാണ് തമിഴ്നാട്ടിൽ. അണ്ണാമലൈ വന്നോട്ടെ, പക്ഷേ അണ്ണാമലൈക്കാട്ടൊക്കെ സാധ്യത വിജയിക്കാണ്. ഹിന്ദുത്വ വോട്ട് അങ്ങനെ തന്നെ നിൽക്കും, പക്ഷേ ദ്രവീഡിയൻ വോട്ട് എന്ത് ചെയ്യും, ഷിഫ്റ്റ് ആവും. അവസാനം നിലവിലുള്ള ദ്രവീഡിയൻ പാർട്ടികൾ നശിക്കും. കുറച്ച് കഴിഞ്ഞ് വിജയ് അഴിമതിക്കാരനാവുകയും വിജയ് കെടുകാര്യസ്ഥ വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികം നാച്ചുറൽ ചോയ്സ് ആയിട്ട് BJP വരും. ഇപ്പോഴുള്ള സിസ്റ്റത്തെ തകർക്കാനാണ് ബുദ്ധിമുട്ട്. ആ ജോലി വിജയ് ചെയ്തോട്ടെ എന്ന് BJP ചിലപ്പം വിചാരിക്കും. പുറത്ത് കാണിക്കാത്ത നോക്കണ്ട. പൊളിറ്റിക്സ് നിങ്ങൾ വിചാരിക്കുന്നൊന്നുമില്ല. വിജയുടെ വളർച്ച, വിജയുടെ വേറെ പ്രശ്നം, വിജയ് അതിന് തമിഴ് പേരിട്ടല്ല. വിജയ്ക്ക് തമിഴ്നാട്ടിലും ആന്ധ്രയിലും കേരളത്തിലൊക്കെ നല്ല ഫാൻസ് ഉള്ളതാണ്. പക്ഷേ കേരളത്തിലൊക്കെ അണ്ണൻ ചാ നടക്കുന്ന വയ്യമാനുണ്ട്. അവർക്കൊന്നും വിജയ് രാഷ്ട്രീയത്തിലൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന് ഈ രാഷ്ട്രീയത്തിൽ ഇയാൾ ഫ്ലോപ്പ് ആണെന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. എങ്കിലാണ് രാഷ്ട്രീയത്തിന് തിരിച്ചു. അപ്പോൾ അവർ സത്യത്തിൽ വിജയ് കുറച്ചും കൂടി ഒരു തമിഴ് പേരൊക്കെ മാറ്റി കുറച്ച് കൊള്ളാവുന്ന ഒരു പേരിട്ടിരുന്നെങ്കിൽ ചിലപ്പം കേരളത്തിൽ അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവും. അങ്ങനെ ഒരു ബലം ഇമ്പാക്ട് 2026 പ്രതീക്ഷിക്കാൻ കഴിയുമോ? 26 അധികാരം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ സീറ്റുകൾ പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറയുമ്പോഴും അവിടുത്തെ രാഷ്ട്രീയക്കാർ തന്നെ പല നേതാക്കളെയും ചൂണ്ടിക്കാട്ടുന്നു. വിജയകാന്ത്, കമലഹാസൻ ഉൾപ്പെടെ പല നേതാക്കൾ. വിജയകാന്ത്, കമലഹാസൻ വിജയനെ പോലുള്ള സൂപ്പർ സ്റ്റാർ അല്ല. വിജയനെ പോലുള്ള സൂപ്പർ സ്റ്റാർ MGR ആയിരുന്നു. MGRന് ശേഷം രജനീകാന്ത് ആയിരുന്നു. രജനീകാന്ത് 2 തവണ കാലെടുത്ത് വെച്ച് പിൻവലിച്ചുകൊണ്ടാണ്. വിജയ് സൂപ്പർ സ്റ്റാർ, അൾട്ടിമേറ്റ് സൂപ്പർ സ്റ്റാർ ആണ് ഈ കാലഘട്ടത്തിൽ. അതാണ് പ്രശ്നം. MGR, രജനീകാന്ത് കഴിഞ്ഞാൽ വിജയാണ്. മറ്റേതെന്താന്ന് വെച്ചാൽ ശിവാജി ഗണേശൻ കഴിഞ്ഞിട്ട് കമല്, വിക്രം, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ വായിക്കുക. അൾട്ടിമേറ്റ് സൂപ്പർ സ്റ്റാർ വിജയാണ്. വിജയനോട് പിടിച്ചെടുക്കാൻ ശേഷിയുള്ള സൂപ്പർ സ്റ്റാർ അവിടെ അജിത്താണ്. സൂര്യ ഇടയ്ക്ക് വന്നങ്ങ് പോയതാണ്, കാർത്തി ഇടയ്ക്ക് വന്നതാണ്, മാധവൻ വന്നിട്ട് പോയി. മറ്റേ വിക്രമാണെങ്കിൽ വ്യത്യസ്തമായ വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. കമലഹാസന്റെ പ്രശ്നം അതല്ലേ. കമലഹാസൻ എന്ന് വെച്ചാൽ ഈ പാമ്പേടാണ്. പിന്നെ കമലഹാസൻ ബ്രാഹ്മണനാണ്. വിജയകാന്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ വിജയകാന്ത് ഒരു ചെറിയ സമുദായം, അങ്ങനെ അൾട്ടിമേറ്റ് സൂപ്പർ സ്റ്റാർ ആയിരുന്നില്ലല്ലോ. അപ്പൊ ഇവിടെ ഇപ്പം നമ്മൾ പറയുമ്പോൾ ഇപ്പോഴത്തെ അതാണ് പറയുക, കേരളത്തിലൊരു 3ാമത് നിൽക്കുന്ന ടോവിനോയ്ക്ക് ശേഷം, ടോവിനോ കഴിഞ്ഞ അടുത്ത നമുക്ക് കൗണ്ടർ നമ്മൾ വേണമെങ്കിൽ ഷറഫുദ്ദീൻ എന്നൊക്കെ പറയുന്ന പോലെ ആളാണ്. ഇവിടുത്തെ ഒരു ഷറഫുദ്ദീനാണ്. പക്ഷെ നമ്മൾ കേരളത്തെക്കാൾ വളരെ ഇരട്ടി പ്രദേശമുള്ള ഒരു മേഖലയാണ്. മണ്ഡലങ്ങൾ അത്രത്തോളം വലിപ്പമുള്ള ഒരു തമിഴ്നാട് പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് എങ്ങനെ വിജയ് തന്റെ നേതാക്കളെ വളർത്തിയെടുക്കാൻ കഴിയും? എല്ലാ കാലത്തും വിജയ് മാത്രം. വിജയ്ക്ക് ഓൾറെഡി നേതാക്കന്മാരുണ്ടല്ലോ, അവരുടെ കഴകം, മറ്റേ വിജയ് മണ്ഡലം. അതെ അതെ. അപ്പൊ അവരെ തന്നെ വളർത്തിക്കൊണ്ടുവന്നാൽ മതി. പിന്നെ വിജയിന്റെ കാര്യം, വിജയ് ടെറർ കൂടിയാണ്. മുമ്പത്തെ പത്രസമ്മേളനം കണ്ട പത്രക്കാടൊക്കെ ചൂടാന്നാണ്, ചുമ്മാരി എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ടുണ്ടോ? അപ്പം അതുകൊണ്ട് അത് പിന്നെ വിജയുടെ അച്ഛനാണ് ഇതിന്റെ ബ്രെയിൻ. അയാളുടെ അച്ഛൻ ഭയ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പൊ അയാളാണ് ഇതിന്റെ ബ്രെയിൻ. അപ്പൊ വിജയുടെ പിന്നെ നല്ല ബ്രെയിൻ ഉണ്ട് എന്നുള്ള സത്യമാണ്. അല്ല, ഈ ജോസഫ് വിജയ് തമിഴ്നാട്ടിൽ ആ പേരെന്തെങ്കിലും സ്വാധീനം ചെലുത്തോ? അത് ഗുണം ചെയ്യും. വിചാരിക്കാത്ത മേഖലയിൽ നിന്ന് പൈസ വരും, വോട്ട് വരും, സപ്പോർട്ട് കിട്ടും. പക്ഷെ ഈ അണ്ണാ DMK എല്ലാം ഒരു മൃദു ഹിന്ദുത്വവുമായി പോയ പാർട്ടികളല്ലേ ജയിലിൽ. അത് മൃദു ഹിന്ദുത്വം ആണെങ്കിൽ അവർക്ക് വിജയിനോട് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. വിജയ് ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. അല്ല, നിങ്ങളെല്ലാം ക്രിസ്ത്യാനിയാണോ വിജയ് പറയുന്നില്ലല്ലോ. വേറെ പലരും പറയുന്നുണ്ട്, വിജയ് പറയുന്നില്ല. അതൊന്നും അവിടെ അങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാവുകയില്ല. മൃദു ഹിന്ദുത്വവാദികൾക്ക് വിജയിനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. ഇവൻ തീവ്ര ഹിന്ദുത്വവാദികൾക്കും വിജയ് വന്നോട്ടെ എന്നായിരിക്കും ഇപ്പം ഉണ്ടാവുക. എങ്ങനെ മറ്റേത് താഴെയുള്ളൂ DMK. അപ്പൊ ഇവര് തമ്മിലുള്ള പോരാട്ടമാണ് ഇനി വരാൻ പോകുന്നത്. അതിൽ വിജയ് ആണ് ഒരു ഉറപ്പുള്ള ഒരാൾ. യൂത്തിനെ സ്വാധീനിക്കാൻ വിജയ്ക്ക് പറ്റും. വിജയ്ക്ക് പൊളിറ്റിക്സ് ഉണ്ട്, കമലഹാസന് പൊളിറ്റിക്സ് ഇല്ല.
പക്ഷെ സ്റ്റാലിൻ തന്ത്രപൂർവ്വം സ്റ്റെപ്പായി വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ആദ്യം MLA, മന്ത്രി, ഉപമുഖ്യമന്ത്രിയായി. അതൊക്കെ എത്ര വളർത്തിക്കൊണ്ട് വന്നാലും ഒരു ഒരു സംഘടിതമായ ഒരു വിപ്ലവ പ്രസ്ഥാനത്തെ നിങ്ങളുടെ കുടുംബസ്വത്താക്കി മാറ്റാൻ പറ്റും. അത് യുവാക്കൾ സമ്മതിക്കില്ലല്ലോ. ഒരു പദ്യത്തിൽ അവരും അത് ചിന്തിക്കും. ഐ ഷുഡ് വി വോട്ട് ഫോർ ഹിം എന്നവർ ചിന്തിക്കും. അവിടെയാണ് വിജയ് പുതിയ പുതിയ ആളുകളെ ഫീൽഡ് ചെയ്യാൻ പോകുന്നത്. അതാണ് വിജയുടെ ഒരു അവിടെ ആഴ്ച എന്ന് പറയും. ക്രാന്തി എന്ന് ഹിന്ദി വിപ്ലവം. വിജയ് എടുത്തത്തെ വിപ്ലവമാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയാൽ വലിയ അബദ്ധങ്ങളൊന്നും പറ്റിയില്ലെങ്കിൽ വിജയ്ക്ക് നല്ലതാണ്. പിന്നെ ഇവർ ഈ ശത്രുക്കളുടെ അക്രമം കൊണ്ട് വളർന്ന രണ്ട് പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാർ ഇന്ത്യയിലുണ്ട്. ഒന്ന് നരേന്ദ്രമോദി, രണ്ട് പിണറായി വിജയനാണ്. ഇവരുടെ ഇങ്ങനെ നെഗറ്റീവായിട്ട് അക്രമം വിജയനെ വളർത്തിയിട്ടു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.